ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1ലെ ദ ഡോട്ട് എന്ന ലെസൺ ആണ് പഠിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ കഴിയുമോ? ഒരിക്കൽ ശ്രമിച്ചു നോക്കിയാൽ തീർച്ചയായും കഴിയും. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. യെസ്, നമ്മുടെ കഥയുടെ പേരെന്താണ്? ദ ഡോട്ട്. ഡോട്ട് എന്നാൽ കുത്ത് എന്നാണ് അർത്ഥം. ഒരു ചെറിയ ഡോട്ടിന്റെ അത്ഭുതകരമായ മാറ്റമാണ് ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. This is a picture story. The main chief or central character in this story is Vashti, a young girl. Let's begin the story. Okay dears, here is the story of a young girl who believed that she could not draw pictures. ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ച ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥയാണിത്. ഡു യു തിങ്ക് ഷി കൻ ഡ്രോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൾക്ക് വരയ്ക്കാൻ കഴിയുമെന്ന്? ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. ദ ആർട്ട് ക്ലാസ് വാസ് ഓവർ. ആർട്ട് എന്നാൽ കല എന്നാണ് അർത്ഥം. ഇവിടെ ഡ്രോയിങ് എന്നാണ് അർത്ഥമാക്കുന്നത്. ദ ആർട്ട് ക്ലാസ് മീൻസ് ദ ഡ്രോയിങ് ക്ലാസ് വാസ് ഓവർ. ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞു. ബട്ട് വാഷ്ടി സേറ്റ് ഗ്ലൂഡ്. ഗ്ലൂഡ് എന്നാൽ ഒട്ടിപ്പിടിച്ച എന്നാണ് അർത്ഥം. സേറ്റ് ഗ്ലൂഡ് എന്നാൽ ഒട്ടിപ്പിടിച്ചിരുന്നു എന്നാണ് അർത്ഥം. അനങ്ങാതെയിരുന്നു. ടു ഹെർ സീറ്റ് എന്നാൽ വാഷ്ടി അവളുടെ സീറ്റിൽ അനങ്ങാതെ ഇരുന്നു, ഒട്ടിപ്പിടിച്ചിരുന്നു. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. ബ്ലാങ്ക് എന്നാൽ എംപ്റ്റി, ശൂന്യം എന്നാണ് അർത്ഥം. ഹെർ പേപ്പർ വാസ് ബ്ലാങ്ക്. അവളുടെ പേപ്പർ ശൂന്യമായിരുന്നു. വാഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദ ബ്ലാങ്ക് പേപ്പർ. ബ്ലാങ്ക് പേപ്പർ എന്നാൽ ശൂന്യമായ കടലാസ്. ലീൻഡ് ഓവർ എന്നാൽ ചാരി നിന്നു, കുനിഞ്ഞു നിന്നു എന്നാണ് അർത്ഥം. ഇവിടെ കൂട്ടുകാർക്ക് കാണാം ടീച്ചർ കുനിഞ്ഞ് നിൽക്കുന്നത്, ചാരി നിൽക്കുന്നത്. വാഷ്ടിസ് ടീച്ചർ ലീൻഡ് ഓവർ ദി ബ്ലാങ്ക് പേപ്പർ എന്നാൽ വാഷ്ടിയുടെ ടീച്ചർ ശൂന്യമായ കടലാസിൽ ചാരി നിന്ന് നോക്കുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത് നോക്കൂ. ഹോ, എ പോളാർ ബിയർ ഇൻ എ സ്നോ സ്റ്റോം. പോളാർ ബിയർ എന്നാൽ ധ്രുവക്കരടി, അതായത് ഹിമക്കരടി എന്നാണ് അർത്ഥം. ഇൻ എ സ്നോ സ്റ്റോം. സ്നോ സ്റ്റോം എന്നാൽ ഹിമപാതം, മഞ്ഞുകാറ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഹിമപാതത്തിലെ ധ്രുവക്കരടി എന്നാണ് ടീച്ചർ പറഞ്ഞത്. അതായത് ധ്രുവക്കരടിക്കും ഹിമപാതത്തിനും രണ്ടും വൈറ്റ് കളറാണ്. ഹിമപാതത്തിൽ ധ്രുവക്കരടിയെ നമുക്ക് കാണാൻ കഴിയില്ല. അതായത് ഈ പേപ്പർ ശൂന്യമാണെന്നാണ് മറ്റൊരു രീതിയിൽ ടീച്ചർ പറഞ്ഞത്. ഇത് തമാശയാണെന്ന് ആർക്ക് തോന്നി? നമ്മുടെ വാഷ്ടിക്ക് തോന്നി. അപ്പോൾ അവൾ എന്താണ് പറഞ്ഞു നോക്കൂ. വെരി ഫണ്ണി, വളരെ തമാശ. ഐ ജസ്റ്റ് കാണ്ട് ഡ്രോ. ഡ്രോ എന്നാൽ വരയ്ക്കുക. ഐ ജസ്റ്റ് കാണ്ട് ഡ്രോ എന്നാൽ എനിക്ക് ഒട്ടും വരയ്ക്കാൻ കഴിയില്ല. സെഡ് വാഷ്ടി. വാഷ്ടി പറഞ്ഞു. വാഷ്ടിയുടെ വാക്കുകൾ കേട്ട് ഹെർ ടീച്ചർ സ്മൈൽഡ്. അവളുടെ ടീച്ചർ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, പുഞ്ചിരിച്ചിട്ട് എന്താ പറഞ്ഞത്? ജസ്റ്റ് മേക്ക് എ മാർക്ക്. മേക്ക് എന്നാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. മാർക്ക് അടയാളം. ജസ്റ്റ് മേക്ക് എ മാർക്ക്, ഒരു അടയാളം ഉണ്ടാക്കൂ. ആൻഡ് സീ വേർ ഇറ്റ് ടേക്സ് യു. ടേക്ക് എന്നാൽ ഇവിടെ അർത്ഥം കൊണ്ടുപോവുക എന്നാണ് അർത്ഥം. സീ എന്നാൽ കാണുക. സീ വേർ ഇറ്റ് ടേക്സ് യു എന്നാൽ അത് എവിടെ വരെ നിന്നെ കൊണ്ടുപോകുമെന്ന് കാണാം, അല്ലെങ്കിൽ അത് എവിടെ നിന്നെ എത്തിക്കുമെന്ന് കാണാം. അതായത് ഈ കുത്ത് നിന്നെ എത്ര ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് കാണാം എന്നാണ് ടീച്ചർ പറഞ്ഞത്.
അപ്പോൾ ഇത് കേട്ട് വാഷ്ടി ഗ്രാബ്ഡ് എ മാർക്കർ. ഗ്രാബ്ഡ് എന്നാൽ ടുക്ക് എന്നാണ് അർത്ഥം. വാഷ്ടി പെട്ടെന്ന് ഒരു മാർക്കർ എടുത്തു. എന്നിട്ട് ഗേവ് ദി പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ജാബ് എന്നാൽ കുത്ത് എന്നാണ് അർത്ഥം. ഗേവ് എന്നാൽ കൊടുത്തു എന്നാണ് അർത്ഥം. ആൻഡ് ഗേവ് ദി പേപ്പർ എ ഗുഡ് സ്ട്രോങ് ജാബ്. ആ പേപ്പറിൽ ഒരു നല്ല ശക്തിയുള്ള കുത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു there, ഇത് പോരെ. Her teacher picked up the paper and studied it carefully. Picked up എന്നാൽ എടുത്തു എന്നാണ് അർത്ഥം. കെയർഫുള്ളി ശ്രദ്ധയോടെ. അവളുടെ ടീച്ചർ ആ പേപ്പർ ശ്രദ്ധയോടെ എടുത്ത് പഠിച്ചു, അതായത് വായിച്ചു എന്നാണ് അർത്ഥം. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? She pushed the paper towards Vashti and quietly said. Pushed എന്നാൽ ഇവിടെ അർത്ഥം നീട്ടി എന്നാണ് അർത്ഥം. അവൾ ആ പേപ്പർ വാഷ്ടിക്ക് നേരെ നീട്ടി സാവധാനത്തിൽ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നൗ സൈൻ ഇറ്റ്. സൈൻ എന്നാൽ ഒപ്പിടുക എന്നാണ് അർത്ഥം. നൗ സൈൻ ഇറ്റ് എന്നാൽ ഇപ്പോൾ ഒപ്പിടൂ. അതായത് സാധാരണ ഒരു ചിത്രം വരച്ച് അതിന്റെ അടിയിൽ വരച്ചയാൾ പേരും ഒപ്പും ഇടാറുണ്ട്. ഇവിടെ ഇതെല്ലാം വാഷ്ടിയെ പ്രോത്സാഹിപ്പിക്കാനാണ് ടീച്ചർ പറഞ്ഞത്. വാഷ്ടിയുടെ ഡ്രോയിങ് ടീച്ചർ അവളെ വിമർശിക്കാതെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാഷ്ടി തോട്ട് ഫോർ എ മൂമെന്റ്. ഫോർ എ മൂമെന്റ് എന്നാൽ ഒരു നിമിഷം. വാഷ്ടി ഒരു നിമിഷത്തോളം ചിന്തിച്ചു. വെൽ മേ ബി ഐ കാൻ ഡ്രോ. വെൽ നന്നായി. മേ ബി ഐ കാൻ ഡ്രോ. ഡ്രോ എന്നാൽ വരയ്ക്കുക എന്നാണ് അർത്ഥം. മേ ബി ഐ കാൻ ഡ്രോ. വരയ്ക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലായിരിക്കാം. ബട്ട് ഐ ക്യാൻ സൈൻ മൈ നെയിം. സൈൻ മൈ നെയിം എന്നാൽ പേരെഴുതി ഒപ്പിടുക. എന്നാൽ എനിക്ക് എന്റെ പേരെഴുതി ഒപ്പിടാൻ കഴിയും. The next week വാഷ്ടി walked into the art class. അടുത്ത ആഴ്ച വാഷ്ടി അവളുടെ ആർട്ട് ക്ലാസ്സിലേക്ക് നടന്നു. ആഴ്ചയിൽ ഒരു തവണയാണ് ഇവിടെ ആർട്ട് ക്ലാസ് നടക്കുന്നുണ്ടാവുക. She was surprised to see what was hanging above her teacher's desk. അവളുടെ ടീച്ചറുടെ ഡെസ്കിന് മുകളിൽ തൂക്കിയിട്ടത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. It was the little dot she had drawn her dot. അത് അവൾ വരച്ചിട്ടുണ്ടായിരുന്ന അവളുടെ ചെറിയ ഡോട്ട് ആയിരുന്നു. All framed in swirly gold. swirly എന്നാൽ ചുരുളുള്ള എന്നാണ് അർത്ഥം. All framed in swirly gold എന്നാൽ അവളുടെ ഡോട്ടിന് ചുറ്റും സ്വർണ്ണ നിറത്തിൽ ചുരുളുള്ള ഫ്രെയിം ചെയ്തിരുന്നു. കൂട്ടുകാർക്ക് കാണാം ഇവിടെ. I can make a better dot than that. Make എന്നാൽ ഉണ്ടാക്കുക. Better കൂടുതൽ നല്ല. I can make a better dot than that. എനിക്ക് അതിനേക്കാൾ നല്ല ഡോട്ട് ഉണ്ടാക്കാൻ കഴിയും. She opened her set of water colors. അവൾ അവളുടെ സെറ്റ് ഓഫ് വാട്ടർ കളേഴ്സ് ഓപ്പൺ ചെയ്തു. And set here means start എന്നാണ് അർത്ഥം. Set to work. That means started to work. എന്നിട്ട് വർക്ക് ആരംഭിച്ചു. വാഷ്ടി painted and painted. വാഷ്ടി painted and painted എന്നാൽ വരച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെയാണ് അവൾ വരച്ചത്? എ റെഡ് ഡോട്ട്, ഒരു ചുവന്ന ഡോട്ട്. എ പർപ്പിൾ ഡോട്ട്, ഒരു പർപ്പിൾ നിറത്തിലുള്ള ഡോട്ട്. എ യെല്ലോ ഡോട്ട്, ഒരു മഞ്ഞ ഡോട്ട്. എ ബ്ലൂ ഡോട്ട്, ഒരു നീല ഡോട്ട്. ദ ബ്ലൂ മിക്സഡ് വിത്ത് ദ യെല്ലോ. മിക്സഡ് എന്നാൽ കലർത്തിയ എന്നാണ് അർത്ഥം. നീലയും മഞ്ഞയും കലർത്തിക്കൊണ്ടുള്ള ഡോട്ട്. ഷീ
ഡിസ്കവേർഡ് എന്നാൽ കണ്ടെത്തി. ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. മേക്ക് എന്നാൽ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ഷീ ഡിസ്കവേർഡ് ദാറ്റ് ഷീ കുഡ് മേക്ക് എ ഗ്രീൻ ഡോട്ട്. അവൾക്ക് ഒരു പച്ച ഡോട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവൾ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് പച്ച ഡോട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്? യെസ്, ബ്ലൂ പ്ലസ് യെല്ലോ ഈസ് ഈക്വൽ ടു ഗ്രീൻ. നീലയും മഞ്ഞയും മിക്സ് ചെയ്താൽ ഗ്രീൻ കളർ ലഭിക്കുമെന്ന് അവൾ കണ്ടെത്തി. വാഷ്ടി kept experimenting with lots of little dots in many colors. എക്സ്പെരിമെന്റ് എന്നാൽ പരീക്ഷണം എന്നാണ് അർത്ഥം. kept experiment എന്നാൽ നിരന്തരം പരീക്ഷണം നടത്തി എന്നാണ് അർത്ഥം. ലോട്ട്സ് ഓഫ് ലിറ്റിൽ ഡോട്ട്സ് ധാരാളം ചെറിയ കുത്തുകൾ. ഇൻ മെനി കളേഴ്സ് പല നിറത്തിലുള്ള ധാരാളം ഡോട്ട്സുകൾ കൊണ്ട് വാഷ്ടി നിരന്തരം പരീക്ഷണം നടത്തി. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. ഈഫ് എന്നാൽ എങ്കിൽ എന്നാണ് അർത്ഥം. ഇഫ് ഐ ക്യാൻ മേക്ക് ലിറ്റിൽ ഡോട്ട്സ് എനിക്ക് ചെറിയ ഡോട്ട്സുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഐ ക്യാൻ മേക്ക് ബിഗ് ഡോട്ട്സ് ടു. എനിക്ക് വലിയ ഡോട്ട്സുകൾ കൂടി ഉണ്ടാക്കാൻ കഴിയും. വാഷ്ടി സ്പ്ലാഷ്ഡ് ഹെയർ കളേഴ്സ് വിത്ത് ബിഗ്ഗർ ബ്രഷ് ഓൺ എ ബിഗ്ഗർ പേപ്പർ ടു മേക്ക് ബിഗ്ഗർ ഡോട്ട്സ്. സ്പ്ലാഷ് എന്നാൽ തെറിപ്പിച്ചു, വിതറി എന്നാണ് അർത്ഥം. ബിഗ്ഗർ ബ്രഷ് വലിയ ബ്രഷ്, ബിഗ്ഗർ പേപ്പർ വലിയ പേപ്പർ, ബിഗ്ഗർ ഡോട്ട്സ് വലിയ ഡോട്ട്സ്. വലിയ ഡോട്ട്സ് ഉണ്ടാക്കാൻ വലിയ പേപ്പറിൽ വലിയ ബ്രഷ് കൊണ്ട് വാഷ്ടി അവളുടെ നിറങ്ങൾ കളറുകൾ തെറിപ്പിച്ചു, വിതറി. വാഷ്ടി ഈവൻ മെയ്ഡ് എ ഡോട്ട് ബൈ നോട്ട് പെയിന്റിംഗ് എ ഡോട്ട്. ഒരു ഡോട്ടും ഒരു കുത്തും പെയിന്റ് ചെയ്യാതെ വാഷ്ടി ഡോട്ട്സുകൾ ഉണ്ടാക്കി. അറ്റ് ദി സ്കൂൾ ആർട്ട് ഷോ എ ഫ്യൂ വീക്സ് ലേറ്റർ വാഷ്ടിസ് ഡോട്ട്സ് മെയ്ഡ് ക്വയറ്റ് സ്പ്ലാഷ്. ആർട്ട് ഷോ എന്നാൽ കലാപ്രദർശനം എന്നാണ് അർത്ഥം. എ ഫ്യൂ വീക്സ് ലേറ്റർ എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം. മെയ്ഡ് ക്വയറ്റ് എ സ്പ്ലാഷ് എന്നാൽ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. ഇത് ഒരു ഇഡിയം, ഒരു ഭാഷാ ശൈലിയാണ്. മെയ്ഡ് ക്വയറ്റ് എ സ്പ്ലാഷ്. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം നടന്ന സ്കൂൾ കലാപ്രദർശനത്തിൽ വാഷ്ടിയുടെ കുത്തുകൾ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റി. വാഷ്ടി നോട്ടീസ്ഡ് എ ലിറ്റിൽ ബോയ് ഗെയ്സിംഗ് അപ്പ് അറ്റ് ഹെർ. നോട്ടീസ്ഡ് എന്നാൽ ശ്രദ്ധിച്ചു, ലിറ്റിൽ ബോയ് ചെറിയ കുട്ടി. ഗെയ്സിംഗ് അറ്റ് എന്നാൽ ലുക്കിംഗ് അറ്റ് എന്നാണ് അർത്ഥം. വാഷ്ടി അവളെ ഒരു ചെറിയ ആൺകുട്ടി നോക്കുന്നത് ശ്രദ്ധിച്ചു. യു ആർ റിയലി എന്നാൽ യഥാർത്ഥ. ഗ്രേറ്റ് ആർട്ടിസ്റ്റ് വലിയ കലാകാരൻ. യു ആർ റിയലി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വലിയ കലാകാരിയാണ്. ഐ വിഷ് ഐ കുഡ് ഡ്രോ. ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വരക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഹി സെഡ് അവൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വാഷ്ടി എന്താണ് പറയുന്നത്? ഐ ബെറ്റ് ഞാൻ ബെറ്റ് വെക്കുന്നു. യു കേൻ നിനക്ക് കഴിയുമെന്ന് ഞാൻ ബെറ്റ് വെക്കുന്നു. സെഡ് വാഷ്ടി പറഞ്ഞു. അപ്പോൾ ആ ലിറ്റിൽ ബോയ് ചോദിക്കുകയാണ്, മീ എനിക്കോ? നോ ഇല്ല. നോട്ട് ഐ എനിക്ക് കഴിയില്ല. ഐ കാണ്ട് ഈവൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ റൂളർ. സ്ട്രൈറ്റ് ലൈൻ എന്നാൽ നേർരേഖ എന്നാണ് അർത്ഥം. റൂളർ എന്നാൽ വരയ്ക്കുന്നത്. ഇവിടെ സ്കെയില് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഐ കാണ്ട് ഈവൻ ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് എ റൂളർ. എനിക്ക് ഒരു റൂളർ ഉപയോഗിച്ചുകൊണ്ട് ഒരു നേർരേഖ പോലും വരയ്ക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് ആകാൻ കഴിയുക? വാഷ്ടി സ്മൈൽഡ്
വാഷ്ടി പുഞ്ചിരിച്ചു. ഷീ ഹാൻഡഡ് ദ ബോയ് എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ. ഹാൻഡഡ് എന്നാൽ ഗെയ്വ്, കൊടുത്തു എന്നാണ് അർത്ഥം. എ ബ്ലാങ്ക് ഷീറ്റ് ഓഫ് പേപ്പർ എന്നാൽ an empty sheet of paper, ഒന്നും എഴുതാത്ത പേപ്പർ. ഒന്നും എഴുതാത്ത പേപ്പർ അവൾ ആ ആൺകുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഷോ മീ, എന്നെ കാണിക്കൂ, നീ വരച്ചിട്ട് എന്നെ കാണിക്കൂ. ദ ബോയ്സ് പെൻസിൽ ഷുക്ക് ആസ് ഹി ഡ്രൂ ഹിസ് ലൈൻസ്. അവൻ ഒരു ലൈന് വരച്ചപ്പോൾ പെൻസിൽ വിറച്ചു. വാഷ്ടി സ്റ്റേഡ് അറ്റ് ദ ബോയ്സ് സ്ക്യുഗിൾ. സ്ക്യുഗിൾ എന്നാൽ കേർവ്ഡ് ലൈൻ എന്നാണ് അർത്ഥം, വളഞ്ഞ വര. സ്റ്റേഡ് അറ്റ് മീൻസ് ലുക്ക്ഡ് അറ്റ്, നോക്കി എന്നാണ് അർത്ഥം. വാഷ്ടി ആ കുട്ടിയുടെ വളഞ്ഞ വര നോക്കി. ആൻഡ് ദെൻ ഷീ സെഡ്, പിന്നീട് അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? സൈൻ ഇറ്റ്, ഇതിൽ ഒപ്പിടൂ എന്ന് പറഞ്ഞു. അവളുടെ ആർട്ട് ടീച്ചർ അവളോട് പറഞ്ഞതുപോലെ ഇതിൽ ഒപ്പിടൂ എന്ന് അവൾ ആ ആൺകുട്ടിയോട് പറഞ്ഞു. ഈ കഥ നമ്മോട് പറയുന്നത് ഒരു ചെറിയ ഡോട്ട് പോലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ്. കഴിവും ആത്മവിശ്വാസവും ചേർന്നാൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡോട്ട് ആരംഭിക്കാൻ തുടങ്ങുക. ഓക്കെ ഡിയേഴ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ.